സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഫോൺ ചോർത്തൽ വിവാദത്തിന്റെ പുതിയ വെളിപ്പെടുത്തലുമായി മുൻ പോലീസ് മേധാവി ടി.പി. സെൻകുമാർ. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് സംസ്ഥാനത്ത് ഫോൺ ചോർത്തൽ തുടങ്ങിയതെന്ന് ടി.പി. സെൻകുമാർ വെളിപ്പെടുത്തി. അന്ന് ജേക്കബ് പൊന്നൂസ് ആയിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയെന്നും അദ്ദേഹം തുറന്നടിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ബി.ജെ.പി. നവാഗത നേതൃസംഗമത്തിലാണ് സെൻകുമാറിന്റെ പ്രതികരണം. തിരുവനന്തപുരം പേരൂർക്കടയിലെ പോലീസിന്റെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പ്രമുഖരുടെ ഫോണുകൾ ചോർത്തുന്നുവെന്നത് കാലങ്ങളായുള്ള ആരോപണമുയരുന്നുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് ഫോൺ ചോർത്തൽ വിവാദത്തിൽ പോലീസിന്റെ ഭാഗമായിരുന്ന ഒരാൾ പ്രതികരിക്കുന്നത്. 2012-ൽ രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ഇമെയിലുകളും ഫോൺ വിളികളും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്റലിജൻസ് മേധാവി പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് സെല്ലിന് നൽകിയ വിവരങ്ങൾ ചോർന്നത് വൻ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഇതിനു പിന്നാലെ സോളാർ വിവാദം കത്തി നിൽക്കുന്ന കാലത്തും മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നുവെന്നും ആരോപണമുയർന്നിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഒരാൾ ഔദ്യോഗിക രഹസ്യങ്ങൾ രാഷ്ട്രീയ വേദിയിൽ തുറന്നു പറയുന്നത് അനൌചിത്യമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം പ്രതികരിച്ചു. രാഷ്ട്രീയ എതിരാളികളുടെ ഫോൺ ചോർത്തുന്നത് ഇടതു സംഘടനകളുടെ നയമല്ല. എല്ലാ കാലത്തും ഇടതു നേതാക്കളാണ് ഫോൺ ചോർത്തലിന് ഇരകളായിട്ടുള്ളത്. സെൻകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ വെറും രാഷ്ട്രീയ പ്രേരിതമായ പ്രതികരണം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പോലീസിലെ കാര്യങ്ങൾ വ്യക്തമായി അറിയുന്ന ഒരാൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗൗരവമായി എടുക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.